അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം വിശദീകരിക്കുന്നത് സൂറത്തു തക്കാസുറാണ്. തക്കാസുർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പരസ്പരമുള്ള പെരുമ പറയൽ, പെരുമ നടിക്കൽ എന്നാണ്. ഈ സൂറയിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ വന്നു ചേരുന്ന തെറ്റായ ഒരു പ്രവണതയെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തമായ വിശകലനമാണ് അടങ്ങുന്നത്. മക്കയിൽ അവതരിച്ച ഈ അധ്യായത്തിൽ 8 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. ഭൗതിക സുഖസൗകര്യങ്ങൾ ആർജിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ നെട്ടോട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അധ്യായം ആരംഭിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള ഔത്സുക്യം യഥാർത്ഥ ജീവിത ലക്ഷ്യം വിസ്മരിക്കുന്നതിലേക്ക് അവനെ നയിക്കുന്നുവെന്നും മരണത്തിൻ്റെ മാലാഖയെ മുഖാമുഖം കാണുന്നതുവരെ ഈ പ്രവണതയിൽ തന്നെ അവൻ തുടരുന്നുവെന്നും ഈ സൂറ സൂചിപ്പിക്കുന്നു. ഈ പ്രയാണത്തിൻ്റെ ഭവിഷ്യത്ത് വൈകാതെ നിങ്ങൾ അറിയാൻ പോവുകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നരകം യഥാർത്ഥമായ രീതിയിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമെന്നും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും താക്കീത് ചെയ്യുന്നു. ജീവിതത്തിൽ അനുഭവിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് താക്കീത് ചെയ്തുകൊണ്ട് ഈ സൂറ സമാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറയിലെ പദങ്ങളെ നാം വിശകലനം ചെയ്താൽ അൽഹാക്കും നിങ്ങളെ ബോധശൂന്യരാക്കി, നിങ്ങളെ അശ്രദ്ധയിലാക്കി. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാക്കി എന്നാണ്. കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ. അൽഹാക്കുമു നിങ്ങളെ ബോധശൂന്യരാക്കി, നിങ്ങളെ അശ്രദ്ധയിലാക്കി. തക്കാസുർ എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾ ആർജിക്കാനുള്ള ആർത്തി. അതോടൊപ്പം മറ്റൊരു ആശയം പെരുമ നടിക്കൽ. ഹത്താ സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. സാറ എന്ന് പറയുന്നത് സന്ദർശിച്ചു എന്നാണ്. ഹത്താ സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മക്കാബിർ മക്ബറ കല്ലറകൾ, ശവകുടീരങ്ങൾ. മക്ബറകൾ അതിൻ്റെ മക്കാബിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. കല്ല വേണ്ടട്ടോ. സൗഫ താലമൂൻ നിങ്ങൾ അറിയാൻ പോവുകയാണ്. താലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ അറിയും. സൗഫ താലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ പോവുക തന്നെയാണ്. സുമ്മ കല്ല പിന്നെ വേണ്ട. സൗഫ താലമൂൻ നിങ്ങൾ അറിയാൻ പോവുക തന്നെയാണ്. കല്ല വേണ്ട. ലൗ താലമൂൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ ദൃഢമായ അറിവ്, ശരിക്കുള്ള അറിവ്. ലതറവുന്ന തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിൽ കാണാമായിരുന്നു. അൽ ജഹീം നരകത്തെ. സുമ്മ പിന്നെ ലതറവുന്നഹ നിങ്ങളത് കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ ദൃഢമായ കൺകാഴ്ച. സുമ്മ ലതുസ് അലുന്ന പിന്നെ നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇതിൻ അന്നാളിൽ. അനിന്ന ഈം അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച്. ഇവിടെ അൽഹാക്കും എന്നത് അൽഹ എന്ന ക്രിയയും കും എന്ന സർവനാമവും ചേർന്നുണ്ടായതാണ്. ഇതിൻ്റെ അർത്ഥത്തെപ്പറ്റി മാവർദി രേഖപ്പെടുത്തുന്ന കാര്യം ഇപ്രകാരമാണ്. ഫി അൽഹാക്കും വജ്ഹാൻ. അൽഹാക്കുമോ എന്നുള്ളതിന് 2 വീക്ഷണങ്ങളുണ്ട്. അഹദുഹുമ അതിലൊന്ന് ഷഗലക്കും നിങ്ങളെ വ്യാപൃതമാക്കി എന്നുള്ളതാണ്. അസാനി അൻസാക്കും നിങ്ങളെ മറപ്പിച്ചു, വിസ്മരിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തേത്. വ മാനാഹു അൽഹാക്കും അനി ത്വഅ
അൻ ത്വാഅത്തി റബ്ബിക്കും വശഗലക്കും അൻ ഇബാദത്തി ഖാലിഖിക്കും. അതിൻ്റെ ആശയം നിങ്ങളുടെ രക്ഷിതാവിനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കുകയും നിങ്ങളുടെ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിസ്മൃതരാക്കുകയും ചെയ്യും. അന്നുക്കത്ത് വല്ലുയൂൻ 6-ാം വാള്യം 330 ഈ കാര്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 വീക്ഷണങ്ങളാണ്. ഒന്ന്, നിങ്ങളെ വ്യാപൃതമാക്കി. 2, നിങ്ങളെ വിസ്മരിപ്പിച്ചു. രണ്ടും സമാനമായ ആശയങ്ങളുള്ളവയാണ്. തക്കാസുർ എന്നതിൻ്റെ വിശകലനം ഇപ്രകാരമാകുന്നു. വഫി തക്കാസുർ സലാസത്ത് അക്വാൽ. തക്കാസുർ എന്ന പദത്തെക്കുറിച്ച് 3 വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, അഹദുഹ തക്കാസുർ ബിൽ മാലി വൽ ഔലാദ് കാലഹു അൽ ഹസൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് സമ്പത്തിലും സന്തതികളിലും മേന്മ പ്രകടിപ്പിക്കുക. എനിക്കിത്ര സമ്പത്തുണ്ട്, എനിക്കിത്ര സന്തതികളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഹന്ത പരിച്ചിലും പോരിമ പരിച്ചിലും. രണ്ടാമത്തേത് അസാനി അത്തഫാഖുർ ബിൽ അഷായിർ വൽ കബായിൽ. ഇതാണ് രണ്ടാമത്തെ വീക്ഷണം. അഥവാ കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരിൽ പെരുമടിക്കൽ. ഞാൻ ഇത്ര വലിയ കുടുംബത്തിലുള്ള ആളാണ്, ഇത്ര പ്രസക്തമായ സമൂഹത്തിൽ അംഗീകാരമുള്ള ഗോത്രത്തിലുള്ള ആളാണ് എന്നിങ്ങനെ ഉള്ള ചിന്തയും ആ പറച്ചിലും ആ പ്രകടനവും. കാലഹു അസാലിസ് അഷാഹിൽ ബിൽ മആഷി വ തിജാറ കാലഹു അല്ലഹാഖ്. മൂന്നാമത്തേത് കച്ചവടത്തിലും ജീവസന്ധാരണത്തിലും മുഴുകൽ. ലഹാഖ് ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കച്ചവടത്തിലും ജീവസന്ധാരണത്തിലുമായി മുഴുകുകയും ദുനിയാവിൽ മാത്രം കെട്ടിയിടപ്പെട്ടവനായിട്ട് മാറുകയും ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ള രീതി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അന്നൊക്കത്ത് വൽ ഒയൂൻ 6-ാം വാള്യം 330 പേജ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ തക്കാസുർ എന്നുള്ളതിന് 3 തരത്തിലുള്ള വിശകലനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഈ സൂറയുടെ ആശയ പ്രപഞ്ചത്തിലേക്ക് കടക്കാം നോക്കുക. അതിനു മുമ്പ് ഈ സൂറയുടെ അർത്ഥതലങ്ങൾ എന്താണെന്ന് നോക്കാം. അൽഹാക്കുമു തക്കാസുർ, ഭൗതിക നേട്ടങ്ങൾ ആർജിക്കാനുള്ള നിങ്ങളുടെ ആർത്തി നിങ്ങളെ ബോധശൂന്യരാക്കിയിരിക്കുന്നു. ഖത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ കല്ലറകളിൽ എത്തിച്ചേരുവോളം. കല്ലാ സൗഫ താലമോൻ, വേണ്ട, ഭവിഷ്യത്ത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. സുമ കല്ലാ സൗഫ താലമോൻ, അതെ, നിങ്ങൾ അറിയാൻ പോവുക തന്നെയാണ്. കല്ലാ ലൗ താലമൂന ഇൽമൽ യക്കീൻ, ശരിക്കും നിങ്ങൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ ലതറവുന്നൽ ജഹീം, നരകം നിങ്ങൾക്ക് മനസ്സിൽ കാണാമായിരുന്നു. സുമ്മ ലതറവുന്നഹ ഐനൽ യക്കീൻ, ഇനി നിങ്ങൾ അതിനെ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ് അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ സൂറയുടെ അർത്ഥം ഇപ്രകാരമാണെങ്കിൽ ഇതിൻ്റെ ആശയതലങ്ങളിലേക്ക് നാം ഒന്ന് കടന്ന് ചിന്തിച്ചാൽ നമുക്കതിനെ ഇപ്രകാരം ആവിഷ്കരിക്കാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിന് ഏകദേശം 2000 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു. സൂര്യന് 500 കോടി വർഷങ്ങളും ഭൂമിക്ക് 450 കോടി വർഷങ്ങളും. കാലത്തിൻ്റെ അനന്തമായ ഈ സീമയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ആയുസ് തുലോം പരിമിതമാണ്. നമ്മിൽ അധിക പേരും ഇവിടെ ജീവിക്കുന്നത് ഏകദേശം 60 വർഷത്തിൻ്റെയും 100 വർഷത്തിൻ്റെയും ഇടയിലുള്ള തുച്ഛമായ ഒരു കാലം മാത്രമാണ്. എത്രയോ തലമുറകൾ ഭൂമിയിൽ ജീവിച്ചു യാത്ര പറഞ്ഞുപോയി. കൊട്ടാരങ്ങൾ പണിതവർ, കോട്ടകൊത്തളങ്ങൾ നിർമ്മിച്ചവർ, സിംഹാസനങ്ങളിലേറി അടക്കി ഭരിച്ചവർ, സ്വർണ്ണക്കൂമ്പാരങ്ങൾ സംഭരിച്ചവർ, ജീവിത സൗകര്യങ്ങൾ വാരിക്കൂട്ടിയവർ എല്ലാവരും കാലയവനികയിൽ മറഞ്ഞു. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം താൻ ജീവിക്കുന്ന ഈ പരിമിതമായ കാല സീമക്കകത്ത് ജീവിതം സുഖസൗകര്യപ്രദമാക്കുക എന്നത് മാത്രമാണോ? മനുഷ്യരിൽ അധിക പേരും ഈ ഭൗതിക ജീവിതം മാത്രമാണ് യഥാർത്ഥ ജീവിതമെന്ന് ധരിച്ചു വശായവരാണ്. അവർ ഈ ലോകത്ത് അധികാരത്തിന്, പണത്തിന്, അംഗീകാരത്തിന്, അഹന്ത പ്രകടമാക്കുന്നതിന്, പ്രൗഢി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കിടമത്സരങ്ങളിലാണ്. ഓരോരുത്തരും താൻ നേടിയെടുത്ത നേട്ടങ്ങളുടെ പട്ടിക ചൂണ്ടിക്കാണിച്ച് ഊറ്റം കൊള്ളുന്നു. എല്ലാം വിട്ടേച്ചുകൊണ്ട് മനുഷ്യർ ഓരോരുത്തരായി വിട പറയുന്നു. എന്നാൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അമിതാസക്തി ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് മനുഷ്യനെ ബോധശൂന്യനാക്കുന്നു. അവൻ ഭൗതിക സൗകര്യങ്ങളുടെ പിന്നാലെ കിതച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം എവിടെ വരെ? മരണം തികച്ചും യാദൃച്ഛികമായി കടന്നു വരുന്ന ഒരു അതിഥിയാണ്. ജീവിതത്തിൻ്റെ മത്സരക്കളരിയിൽ ഓടിക്കൊണ്ടിരിക്കവേ
ഓരോരുത്തരായി മരണം ഓരോരുത്തരെയായി മരണം തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. ഭൂമിക്ക് മുകളിൽ സജീവ സാന്നിധ്യമായവൻ കല്ലറക്കുള്ളിൽ നിശ്ചേഷ്ടനായി അടക്കം ചെയ്യപ്പെടുന്നു. ശ്മശാന ഭൂമിയെ പ്രാപിക്കും വരെ ആഗ്രഹങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിയുന്നു. മരണത്തോടുകൂടി ഭവിഷ്യത്തുകളുടെ ലോകത്തേക്ക് അത്തരക്കാർ പ്രവേശിക്കുന്നു. ഭീകരമായ നരകത്തിൻ്റെ ചിത്രം നിങ്ങൾ മുൻകൂട്ടി മനസ്സിൽ കണ്ടിരുന്നെങ്കിൽ അനന്തമായ ആഗ്രഹങ്ങളുടെ കടിഞ്ഞാണില്ലാത്ത കുതിരപ്പുറത്തേറി അബദ്ധസഞ്ചാരം നടത്തുമായിരുന്നില്ല. ഭൂമിയിൽ അനുഭവിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം സൃഷ്ടാവൊരുക്കുന്ന വിചാരണ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. 100,000 അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ ജീവിക്കണമെന്ന് ഈ അധ്യായം ഉത്ബോധിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നത് ഇഹലോകത്തുള്ള ദുനിയാവിലുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അധികാരവും ധനവും സൗകര്യങ്ങളും ഒക്കെ വാരിക്കൂട്ടാൻ വേണ്ടി കിതച്ചോടുന്ന മനുഷ്യൻ്റെ ചിത്രമാണ്. അങ്ങനെ കിതച്ചോടുന്ന മനുഷ്യൻ പെട്ടെന്നത് നിശ്ചലനായിത്തീരുന്നു. കോടിക്കണക്കിന് ഡോളർ അവൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു ഡോളർ പോലും സ്വന്തമായി കൊണ്ടുപോകാതെ ഇവിടെ വിട്ടേച്ചുകൊണ്ട് പോകേണ്ടവനാണ് മനുഷ്യൻ. എന്നാൽ ഈ യാഥാർത്ഥ്യം ഓർത്തുകൊണ്ടല്ല മനുഷ്യരായ നമ്മൾ ഇവിടെ പലപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആ കാര്യത്തെയാണ് ഈ സൂറ ഓർമ്മിപ്പിക്കുന്നത്. ഐഹിക ജീവിതം വഞ്ചനയുടെ ഒരു വിഭവമാണ്, പരീക്ഷണത്തിൻ്റെ ഒരു കേദാരവുമാണ്. ഇഹലോക ജീവിതത്തിൽ മനുഷ്യൻ്റെ പ്രവണത എപ്രകാരമാണെന്ന് വ്യക്തമാക്കുന്ന മറ്റു ചില ഖുർആൻ വാക്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. ഏലമോ അന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബും വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അറിയുക, ഇഹലോക ജീവിതമെന്നാൽ യഥാർത്ഥത്തിൽ ഈ ജീവിതമെന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അലങ്കാരവും പരസ്പരം ദുരാഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലുമെല്ലാം പെരുപ്പം കാണിക്കലും മാത്രമാണ്. കമസലി ഗൈസിൻ ആജബൽ കുഫാറൻ അബാത്തുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. അതിൻ്റെ ഉദാഹരണം അത് ഒരു മഴയെ പോലെയാണ്. അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി. പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീട് അത് തുരുമ്പായി പോകുന്നു. വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദുൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. എന്നാൽ പരലോകത്ത് ദുർവൃത്തന്മാർക്ക് കഠിനമായ ശിക്ഷയും സദ്വൃത്തർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം എന്ന് പറയുന്നു വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സൂറ അൽ ഹദീദ് 20-ാം വാക്യത്തിൽ ഈ കാര്യം ജീവിതത്തിൻ്റെ ഈ അവസ്ഥയെ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയാണ്. ദുനിയാവിൻ്റെ ഐശ്വര്യങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നില്ലെന്ന് നിങ്ങളെ തടയരുതെന്ന് ഖുർആൻ മറ്റൊരു വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറ മുനാഫിഖൂൻ 9-ാം വാക്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹീക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആർ അപ്രകാരം ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. അഥവാ സ്വത്തുക്കളുടെയും സന്താനങ്ങളുടെയും പ്രേരണയിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ വിട്ട് ജീവിതത്തിൽ നഷ്ടക്കാരായി തീരരുത് എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ അവസ്ഥയെ വിശകലനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്കിതോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീൽ ബുഖാരിയിൽ 6434 നമ്പറായി ഉദ്ധരിച്ച ഹദീസ് ഇങ്ങനെയാണ്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല സമീഅതു അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗ കാന ലി ഇബ്നി ആദം വാദിയാനി മിൻ മാലിൻ ലബ്തഗ സാലിസൻ. നബി പറയുന്നത് കേട്ടു, മനുഷ്യൻ സമ്പത്തിൻ്റെ 2 തായ്വര ഉണ്ടായാലും മൂന്നാമതൊന്നുകൂടി അവൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന് സമ്പത്തിൻ്റെ 2 തായ്വര ഉണ്ടായാലും മൂന്നാമതൊന്നുകൂടി അവൻ ആഗ്രഹിക്കും. വലാ യംലൗ ജൗഫ ബിനി ആദം ഇല്ല തുറാബ് വയതൂബുല്ലാഹു അലാ മൻ താബ. അവൻ്റെ ഉള്ളം നിറക്കാൻ മണ്ണിനല്ലാതെ സാധ്യമല്ല. വലാ യംലൗ ജൗഫ ബിനി ആദം ഇല്ല തുറാബ്. അവൻ്റെ ഉള്ളം നിറക്കാൻ മണ്ണിനല്ലാതെ സാധ്യമല്ല. വയതൂബുല്ലാഹു അലാ മൻ താബ. പക്ഷാതപിക്കുന്നവരുടെ പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കുന്നു. ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. ഇത് മനുഷ്യൻ്റെ
ദുരാഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള കടിഞ്ഞാണില്ലാത്ത പോക്കിനെ സൂചിപ്പിക്കുന്നതാണ്. നരകം കാണിക്കപ്പെടുന്ന ഫിർഔനിനെ പോലെയുള്ള അക്രമികളായ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ നരകം കാണുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആ വാക്യത്തിൻ്റെ വിശകലനമായി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അന്നാറോ യുറലൂന അലേഹ ഉദുവൻ വ അഷിയ. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. യൗമ തഖൂമു സാഅത്ത് അദ്ഖിലു ആല ഫിറൗന അഷദ്ദൽ അദാബ്. അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിറൗൻ്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിക്കുക എന്ന് അവരോട് ഫിറൗൻ്റെ ആളുകളെ പ്രവേശിക്കാൻ വേണ്ടി പറയും എന്നും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ചോദിക്കുമെന്ന് ഈ സൂറയിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ലതുസ് അലുന്ന യൗമൈദിൻ അനിന്നയും. എന്നാൽ മറ്റൊരിടത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണെന്ന് ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യനും എണ്ണിത്തീർക്കാനാവാത്ത അത്രയുമാണ്. എന്നാൽ അതിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതോ അതിന് ഞാൻ ഉത്തരം പറയേണ്ടവനാണെന്നുള്ള ബോധമോ മനുഷ്യർക്കില്ല. പരിശുദ്ധ ഖുർആൻ സൂറ നഹ്ൽ 18 പറയാണ്, വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിൻ്റെ കണക്ക് എടുക്കാനാവുകയില്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെ. അതിനാൽ തന്നെ ഈ സൂറയുടെ സാരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നതിന് പകരം ജീവിതത്തിലെ നേട്ടങ്ങളും കാര്യങ്ങളും അതിൻ്റെ വ്യവസ്ഥാപിതവും ഹലാലായ രീതിയിലും അനുഭവിക്കാൻ അവകാശമുണ്ട്. വലാത്തൻസ നസീബക മിന ദുനിയ. ദുനിയാവിൻ്റെ ഓഹരി മറക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ദുനിയാവ് വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള പെരുമ പറഞ്ഞുകൊണ്ടുള്ള ഓട്ടം മനുഷ്യൻ ചിന്തിക്കുകയും അതിനെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യാനുള്ള സന്ദേശമാണ് ഈ സൂറ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. ഈ സൂറയുടെ സാരാംശം പഠിച്ചു മനസ്സിലാക്കി ദുനിയാവിലെ ജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യവും ആഖിറത്തിലെ ജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യവും പ്രസക്തിയും നൽകിക്കൊണ്ട് ജീവിതത്തെ സമ്യക്കായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അങ്ങനെ ദുനിയാവിൽ അമിതമായ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന അവസാനിപ്പിച്ച് പാരത്രിക ജീവിതത്തിൽ വിജയിയായിത്തീരുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുവാനും ഈ സൂറയുടെ പാഠങ്ങൾ നമുക്ക് പ്രേരണയായി തീരട്ടെ. അസ്സലാമു അലൈക്കും.